ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വൈകുന്നേരമായപ്പോൾ ബുദ്ധൻ മരത്തിന് കീഴിൽ തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയായിരുന്നു. ശിഷ്യന്മാരെല്ലാവരും ശാന്തമായിരുന്നു ഗുരുവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഒരു ശിഷ്യന്റെ മുഖത്ത് വിഷാദവും ആശങ്കയും നിറഞ്ഞിരിക്കുന്നു. ബുദ്ധൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഏറെ വിഷാദിച്ചിരിക്കുന്നത്? അവൻ ധൈര്യത്തോടെ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, അങ്ങ് ഞങ്ങളോടൊപ്പം ഇല്ലാത്തപ്പോൾ ഈ ലോകത്തിന്റെ ഇരുണ്ട വഴികളിലൂടെ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ പ്രകാശത്തിലേക്ക് എത്തും? ബുദ്ധൻ മറുപടിയായ ഒരു കഥയാണ് പറഞ്ഞത്. ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ 2 യാത്രക്കാർ ദുർഘടമായൊരു യാത്രയിലായിരുന്നു. വൈകുന്നേരമാകാറായപ്പോൾ അവർ ചെറിയൊരു വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിക്കാനായി എത്തി. അപ്പോഴായിരുന്നു ഒരു വിളക്ക് വിൽപ്പനക്കാരൻ ചെറിയ എണ്ണ വിളക്കുകൾ വിൽക്കാൻ അവിടെ എത്തിയത്. ഒരു യാത്രക്കാരന് യാത്രയ്ക്ക് പ്രകാശം ആവശ്യമാണെന്ന് തോന്നി ഉടൻ തന്നെ ഒരു വിളക്ക് വാങ്ങി. 2ാം യാത്രക്കാരൻ അത് കണ്ടു. എന്നാൽ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തിനു വിളക്ക് വാങ്ങണം? എനിക്ക് ആദ്യ യാത്രക്കാരനെ പിന്തുടർന്ന് അയാളുടെ വെളിച്ചം ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അവർ യാത്ര തുടർന്നു. രാത്രിയായപ്പോൾ ആദ്യ യാത്രക്കാരൻ തന്റെ വിളക്ക് തെളിയിച്ച് ലക്ഷ്യത്തിലേക്കുള്ള പാതയിലൂടെ നടന്നു. 2ാം യാത്രക്കാരൻ അയാളുടെ അടുത്ത് നിന്ന് യാത്ര തുടർന്നു. ആ പ്രകാശത്തിൽ ആശ്രയിച്ച് നടന്നു. യാത്രക്കിടയിൽ കാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യ യാത്രക്കാരൻ ഒരു വഴിത്തിരിവിലെത്തിയപ്പോൾ സ്വന്തം ലക്ഷ്യത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തു. എന്നാൽ 2ാം യാത്രക്കാരന് മറ്റൊരു വഴിയിലൂടെയായിരുന്നു പോകേണ്ടിയിരുന്നത്. സ്വന്തമായൊരു വിളക്കില്ലാത്തതിനാൽ അയാൾ ഇരുട്ടിൽ കുടുങ്ങി. ഭയവും ആശങ്കയും നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു അയാൾക്കത്. ഒരു മരത്തിൽ കയറി രാത്രി മുഴുവൻ ഭയന്ന് കഴിയേണ്ടി വന്നു. ബുദ്ധൻ ശിഷ്യനെ നോക്കി പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലായ്പ്പോഴും പറയുന്നത്, സ്വയം ഒരു പ്രകാശമാവുക. മറ്റുള്ളവർ നിങ്ങളെ വഴികാട്ടിയേക്കാം, പക്ഷേ അവസാനം ആ പാതയിലൂടെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വിജയവും വിജ്ഞാനവും പ്രബുദ്ധതയും ഇവയെല്ലാം നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിൻ്റെയും ബുദ്ധിയുടെയും ഫലമായി നേടിയെടുക്കണം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറയുന്ന ക്രിസ്തു വീണ്ടും പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന്. ക്രിസ്തുവാകുന്ന പ്രകാശത്തിന്റെ പിന്നാലെ നടന്നാൽ മാത്രം പോരാ, ആ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന വിളക്കായി മാറേണ്ടിയിരിക്കുന്നു. എന്നും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പ്രാപ്തരാകുക എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലോകത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുന്ന നല്ല വിളക്കുകളായി തീരുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ. എന്നുള്ളിൽ നിരന്തരം വസിക്കും നിൻ രൂപം ഞാൻ ദർശിപ്പാൻ വിശ്വാസത്തിൻ വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരേണമേ.